കേൾക്കാറായി എന്റെ പ്രിയൻ വാനിൽ വരാറായി. കാഹളത്തിൽ ധ്വനി കേൾക്കാറായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന കർത്താവിനെ സകല മഹത്വവും അർപ്പിക്കുന്നു. നല്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം, പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം, കൂട്ടിവരുത്തിയ ജനത്തിനായിട്ട് സ്തോത്രം, നിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ഈ കൺവെൻഷന്റെ ഈ രണ്ടാം രാത്രിയിൽ കർത്താവേ, നിന്റെ ജനത്തെ സ്പർശിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ വചനധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്തിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവനെ കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കെ കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. കർത്താവായ യേശുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് ഈ ഭാഗത്ത് വെളിപ്പെടുന്നത്. ലോകത്തിൽ മത നേതാക്കന്മാർ അനവധിയുണ്ട്. ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്നാൽ അവരിൽ ആരും ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് യേശു ഇവിടെ ചെയ്തത്. നേതാവിന്റെ കാല് അല്ലെങ്കിൽ ഉയർന്നവന്റെ കാല് താന്നവനെ കൊണ്ട് കഴിപ്പിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നടുവിൽ ലോകം കണ്ടതിൽ ഏറ്റവും ഉയർന്നവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ ഈ മണ്ണിൽ വന്നിട്ട് അവനാരാണെന്ന് ശരിയായി വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണ് ഈ 13-ാം അധ്യായം. അവൻ ചെയ്യാൻ പോകുന്ന ആധ്യാത്മികമായ ആ വലിയ ശുശ്രൂഷയുടെ ഒരു നിഴലായിട്ട് ഇതിനെ എടുക്കാം. അന്ന് തന്റെ ചുറ്റുമുള്ള
ശിഷ്യന്മാരുടെ കാലുകളെ അവൻ കഴുകിയെങ്കിൽ ഇന്ന് ലോകം മുഴുവനുമുള്ള വിശ്വസിക്കുന്ന സകലരുടെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകുവാൻ അവൻ ഇന്ന് രാത്രി റെഡിയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം, ആർക്കാണ് കഴുകൽ ആവശ്യം? ആർക്കാണ് കഴുകൽ ആവശ്യം? കഴുകൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കും. കഴുകൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കും. ഇവിടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ ഏതെങ്കിലും മൂലയിൽ, അല്ല മെയിൻ റോഡിലൂടെ കടന്നു പോകുന്നവരിൽ ആരെങ്കിലും യേശുവുമായി ഒരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കുറിച്ചിട്ടുകൊള്ളുക. അവനുമായി നിനക്കുള്ള ബന്ധം, നിനക്ക് വേണ്ടി അവൻ ചെയ്ത ഒരു അത്ഭുതമല്ല, നിനക്ക് അവൻ തന്ന ഒരു ഭൗതിക നന്മയല്ല, നിനക്ക് അവൻ തന്ന കാറല്ല, വീടല്ല, നിനക്ക് അവൻ തന്ന ശുദ്ധീകരണമാണ്. നീ അവനുമായിട്ടുള്ള റിലേഷൻ, ആ ശുദ്ധീകരണം ഇന്ന് രാത്രി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബന്ധത്തിൽ നിന്ന് നീ അകന്നിരിക്കുന്നു എന്ന് മുട്ടുമടക്കി സമ്മതിച്ച ഇന്ന് രാത്രി ഇവിടെ വെച്ച് നിന്നെ കഴുകി വിടുവാൻ അവൻ തന്റെ രക്തവുമായി ഇവിടെ വന്നിട്ടുണ്ട്. കരുണയുയർത്തി സ്തോത്രം ചെയ്യാമോ? പൗലോസ് വളരെ വേദനയോടുകൂടെ കൊരിന്ഥ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു സുവിശേഷമുണ്ട്. എന്തായിരിക്കും പൗലോസിനെ വേദനപ്പെടുത്തിയ പ്രശ്നം? സുവിശേഷത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും പ്രസംഗികർ വ്യതിചലിച്ചു പോകുന്ന ദുഃഖകരമായ അവസ്ഥയല്ലേ പൗലോസിനെ കൊണ്ട് ആ വാക്കുകൾ എഴുതിപ്പിച്ചത്? കേൾവിക്കാർക്കൊന്നും അറിയില്ലല്ലോ. പ്രസംഗികൻ വ്യതിചലിച്ച ഒരു ഗ്രൂപ്പ് അതിനും അല്ലേലിയ പറയാൻ കാണും. ഏത് മരുന്ന് വഴിയിലിട്ട് വിറ്റാലും കുറെ പേര് മേടിക്കും. അയാൾ പറയുന്നത് ചുണങ്ങ് മുതൽ കുഷ്ഠരോഗം വരെ, കുഴിനകം മുതൽ കഷണ്ടി വരെയുള്ള സകലത്തിനുള്ള മരുന്ന് അയാൾ വിൽക്കുന്നു. അപ്പൊ ഈ MBBS MD കഴിഞ്ഞവരെല്ലാം മണ്ടന്മാരായല്ല. പക്ഷെ അത് വാങ്ങാൻ ഒരാളുണ്ടില്ലെങ്കിൽ ഇത് പണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഏത് സാധനം ഇറങ്ങിയാലും കുറെ പേരെടുക്കാനുണ്ടാവും. അതുകൊണ്ട് ആ ബിസിനസ് ഒന്നും പൊട്ടിപ്പോകുന്നില്ല. എന്നാൽ സുവിശേഷം കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ല. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ദൂതല്ല ബൈബിളിന്റെ ദൂത്. ബൈബിളിന്റെ ദൂത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വചനത്തിൽ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു മെസ്സേജേ ഉള്ളൂ. എന്താ മെസ്സേജ്? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബൈബിൾ വളഞ്ഞു വരുമെന്നല്ല, നീ ബൈബിളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെരിഞ്ഞു വരണം. കഴുകലാണ് ബന്ധം, കഴുകലാണ് ബന്ധം, കഴുകലാണ് ബന്ധം. Praise the Lord. കഴുക എന്ന ജോലി അത്ര സുഖമുള്ളതല്ല. KSRTC ബസ് മറ്റെല്ലാത്തിനേക്കാൾ നല്ല ബസ്സാണ്, പക്ഷെ കഴുകുന്നില്ല. ഇട്ടോണ്ട് പോകുന്ന ഷർട്ട് പോക്കാം, വേറെ ഷർട്ടുണ്ടല്ലേ യോഗത്തിന് വരെ എടുത്തുണ്ട്. ഇതിനൊക്കെ ശമ്പളം മേടിക്കുന്നുണ്ട് ആളുകൾ. ഓടിക്കാനും ആളുണ്ട്, ടിക്കറ്റ് എഴുതാനും ആളുണ്ട്, കഴുകാൻ ആളില്ല.
കഴുകൽ അത്ര ഈസിയല്ല. ഇവിടെ ഒരു നേതാവ് കഴുകാൻ മുട്ടുകുത്തുന്നു, തോർത്തലയിൽ ചുറ്റുന്നു. കഴുകൽ അത്ര ഈസിയല്ല, കഴുകൽ അത്ര ഈസിയല്ല. യേശുവിനെ മറ്റു മതനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ അത്ഭുതം ചെയ്തതാണോ? അത്ഭുതം ചെയ്ത ആളുകൾ വേറെ ഉണ്ടെന്നൊക്കെയാണല്ലോ നമ്മളിപ്പോ വായിക്കുന്നത്. പക്ഷെ ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു. യേശു ഒരു അത്ഭുതം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. യേശു ഒരു അത്ഭുതം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കത്തില്ല. അതതിന്റെ മറുവശമാണ്. എന്നാൽ യേശുവിനെ വ്യത്യസ്തനാക്കിയത് അവന്റെ കഴുകലാണ്. ഇവിടെ വേറെ ആരെങ്കിലും കഴുകിയിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ലീഡർ, ഒരു മതനേതാവ് തന്റെ ജനത്തെ കഴുകിയോ? ഒരിക്കലെങ്കിലും കഴുകിയോ? ഇല്ല. എന്നാൽ ഇവൻ ഒരിക്കലല്ല, ഇന്ന് രാത്രിയിൽ നിന്റെ മരണം വരെ നീ ഏറ്റുപറഞ്ഞ കഴുകാനവൻ റെഡിയാ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും പോക്കി പ്രസംഗിക്കുന്ന ഞാനടക്കം കഴുകൽ ആവശ്യമുള്ളവരാണ്. യേശു പത്രോസിനോട് പറഞ്ഞ ആ വാക്കാണ് മെസ്സേജ്. സബ്ജക്റ്റും പ്രസംഗവും ഒക്കെ പലതാ, ദൂതൊന്നേ ഉള്ളൂ. ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യേശു നിനക്ക് 5 അപ്പം 5000 ആക്കിയപ്പോൾ ഒരു കഷണം കിട്ടിക്കാണും. അത് റിലേഷൻ ആണെന്ന് ധരിക്കരുത് കേട്ടോ. യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് നീ കുടിച്ചു കാണും ആ കല്യാണത്തിന് പോയപ്പോ. പക്ഷെ അതൊന്നും ബന്ധമായിട്ട് എടുക്കരുത്. കടലിന് മീതെ യേശു നടന്നത് നീ കണ്ടു കാണും. അതൊന്നും ബന്ധമായിട്ട് എടുക്കരുത്. ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യേശു വാഴ്ത്തിക്കൊടുത്ത അപ്പം വിളമ്പിയ ആളോടായി പറയുന്നു. അത്ഭുതത്തിന്റെ അപ്പക്കഷണം വിളമ്പുകയും അതിന്റെ ബാലൻസ് വന്ന 12-1 എടുക്കാനുള്ള ന്യായമായ അവകാശം പോക്കറ്റിലുള്ള മനുഷ്യനോട് പറയുന്നു, ഇതൊന്നും നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ശുദ്ധീകരണം. ഞാൻ നിന്നെ ഇന്ന് കഴുകിയ ഞാൻ നീയുമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ അർത്ഥം 1965 കഴുകൽ കൊണ്ട് 2007 ഗുണമില്ലെന്ന. ഇന്ന് കഴുകിയാൽ ഇന്ന് ബന്ധമുണ്ട്. ഈ 83ാമത്തെ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ നിനക്കൊരു കഴുകൽ വേണമെന്ന് ഏറ്റുപറയൂ. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയൂ, ലോർഡ് എനിക്കൊരു കഴുകൽ വേണം, എനിക്കൊരു കഴുകൽ വേണം, എനിക്കൊരു കഴുകൽ വേണമെന്ന് നീ ഏറ്റുപറഞ്ഞാൽ ബന്ധം ഓക്കെ. അതെ, ഞാൻ എന്റെ മെസ്സേജ് വീണ്ടും വ്യക്തമാക്കട്ടെ. യേശുവിന് ജനത്തോടുള്ള ബന്ധം ശുദ്ധീകരണത്തിലൂടെയാണ്. അവനാൽ കഴുകൽ പ്രാപിച്ചവരോടാണ് അവന് റിലേഷൻ. സ്തോത്രം. നമുക്ക് നോക്കാം. ഇതിന്റെ പ്രതീകമാണ് 13-ാം അധ്യായം. മരണത്തിന് തൊട്ടു മുമ്പ് ചെയ്ത ഒരു ശുശ്രൂഷ. വാക്യം 2 ഒന്നുകൂടെ വായിക്കാമോ? അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കാരിയോത്തിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്. അവൻ ചെയ്ത 1ാമത്തെ കാര്യം അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. ശുദ്ധീകരണത്തിലൂടെ അവൻ ചെയ്ത 1ാമത്തെ കാര്യം അവൻ ഇരുന്ന പൊസിഷൻ, സുഖകരമായ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ വസ്ത്രം ഊരി വെച്ച് 2 അവന്റെ സ്ഥാനവസ്ത്രം ഉരിഞ്ഞു വെച്ചു. ഒരു തുവർത്തി എടുത്ത് 3 ദാസന്റെ വസ്ത്രം, കൂലിവേല ചെയ്യുന്നവന്റെ വസ്ത്രം എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും. നോക്കൂ എന്തൊക്കെ ചെയ്തു എന്ന്. അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം ഉരിഞ്ഞു വെച്ചു, തോർത്തെടുത്ത് അരയിൽ ചുറ്റി, പാത്രത്തിൽ വെള്ളം പകർന്നു, കഴുകി. 5 കാര്യം ചെയ്തു. ഈ 5 കാര്യമാണ് ഫിലിപ്പിയർ 2:5 മുതൽ എഴുതി വെച്ചിരിക്കുന്നു.
പെട്ടെന്ന് വായിച്ചോളൂ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അവൻ എഴുന്നേറ്റു, ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിക്കൂ, ദൈവപുത്രൻ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഒഴിഞ്ഞു വെച്ചു. തൃത്വത്തിൽ നിന്ന് ദൂതന്മാരുടെ ആരാധ്യൻ ആയിരുന്ന ദൈവപുത്രൻ അവിടെ നിന്ന് എഴുന്നേറ്റു. തന്റെ ദൈവത്വത്തിന്റെ കോട്ട് ഊരിവെച്ചു. ദാസത്വത്തിന്റെ മനുഷ്യത്വത്തിന്റെ വേഷമെടുത്ത് കൊടുത്തു. വെള്ളമല്ല എടുത്തത്, തന്റെ ചങ്കിലെ ചോരയെടുത്ത് മനുഷ്യവർഗത്തെ മുഴുവൻ കഴുകാൻ ആരംഭിക്കുന്നതിന്റെ തുടക്കമാണ് ഈ 13:1 മുതൽ പറഞ്ഞിരിക്കുന്നത്. യേശു ഇത് വളരെ വലിയ കാര്യമാണ് ചെയ്തത്. നമുക്ക് വലുതല്ല, അവന്റെ വലുത്. എപ്പോഴും നമ്മൾ നേരെ തലതിരിച്ചാ ചിന്തിക്കണം. ദൈവത്തിന് വലുത് ഏതാണോ അത് കണ്ടെത്തണം. ഈ പുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ദൈവത്തിന് വലുത് ഏതാണ്? ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആയ കാര്യം ഏതാ? പുത്രന്റെ മരണം. സ്വർഗത്തിൽ അതിനേക്കാൾ വലുതൊന്നുമില്ല, ഭൂമിയിൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. മരിച്ച് 4 ദിവസമായ ലാസറിനെ ശവക്കോട്ടയിൽ പോയി നിന്നുകൊണ്ട് യേശു വിളിച്ചു. എനിക്ക് ആ ഉയർപ്പിനേക്കാൾ അത്ഭുതം ആ വിളിയ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് മനുഷ്യനെ ഉറക്ക വിളിക്കണേ, അതിനൊരു ഗഡ്സ് വേണ്ടി. ഈ ആൾ എവിടെയാണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് യേശു വിളിച്ചത്. നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്തിട്ട് 0044 കുട്ടി അങ്ങോട്ട് വിളിക്കുമ്പോ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് ഒരാൾ സംസാരിക്കും. നിങ്ങൾക്ക് നമ്പർ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്, വേറെ ആൾക്ക് വിളിക്കാൻ ഒക്കെയില്ല. ഇതുപോലെ തന്നെ മരിച്ചവരുടെ ആത്മാക്കൾ എവിടെയാണെന്ന് കറക്റ്റ് നമ്പർ യേശുവിലുണ്ട്. അത് ബന്ധപ്പെടാനുള്ള കോഡൊക്കെ കർത്താവിനെ അറിയത്തുള്ളൂ. കർത്താവിനോട് സിമ്പിൾ ആയിട്ട് വിളിച്ചപ്പം പ്രസൻസ് ആണെന്ന് പറഞ്ഞ് കയറി വരുന്നു ലാസർ. മരിച്ചു പോയി എന്ന് നമ്മൾ പറയുന്നു, എങ്ങോട്ടാ പോയെന്ന് യേശുവിന് മാത്രം അറിയാം. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. വിഷയം അതല്ല പറയാൻ വന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ യേശു കുരിശേ കിടന്നത്? അല്ലേ? മരിച്ചുപോയ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന ആള് മരത്തെ കിടക്കുന്നു, മരിച്ചുകൊണ്ട്. ഇതിനേക്കാൾ വലിയൊരു കാര്യം ബൈബിളിലില്ല. ആ സമയത്താ സൂര്യൻ ഇരുണ്ടുപോയത്, ആ സമയത്താ ദേവാലയത്തിലെ തിരശ്ശീല കീറിയത്, ആ സമയത്താ പാറകൾ പിളർന്നത്. ആ കോടതിയാ പറഞ്ഞത് ഇവനിൽ കുറ്റമൊന്നുമില്ലെന്ന്. 2006 ഒടുവിൽ 2007 ആരംഭത്തിലെ മുഴുവൻ പത്രങ്ങളും മുഴുവൻ ടെലിവിഷനും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതൊരു മനുഷ്യന്റെ വധശിക്ഷയാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിയ വാർത്തയാണത്. പ്രതികരണങ്ങൾ ആ നിലയിൽ വന്നു. പക്ഷേ ഇതും അതുമായി ഒന്ന് താരതമ്യം ചെയ്യാമോ? അത് കോടതി വിധിച്ചത് ചെയ്തു, ഇവിടെയോ കോടതി വിധിക്കാത്തത് ചെയ്തു. ആ മനുഷ്യൻ നീതിമാൻ, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് കോടതി എഴുതിയപ്പോൾ ക്രൂരമായി യേശുവിനെ ക്രൂശിച്ചു. അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താ? യേശുവിനെ വിസ്തരിച്ച കോടതി പറയുന്നു ഇവരിൽ കുറ്റമില്ലെന്ന്. അവനെ ഇത്ര ക്രൂരമായി അടിച്ചിട്ട് മനുഷ്യന്റെ മനസാക്ഷി എന്തു പറയുന്നു? ഈ 2000 കൊല്ലമായിട്ട് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ നിത്യത ഉറപ്പുവരുത്തുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള നിങ്ങളുടെ സമർപ്പണമാണ് നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പുവരുത്തുന്നത്. ശ്രദ്ധിക്കാം, അവൻ മനുഷ്യന്റെ കഴുകലിന് വേണ്ടി വന്നതാണ്, മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അവനിങ്ങനെ കാല് കഴുകി ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു അത് പാടില്ല. വാക്യം 6 വായിക്കാം. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്,
കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. അതിനകത്തൊരു ദൂതുണ്ട്. പത്രോസ് യേശുവിനോട് പറയുന്നു, കർത്താവേ, നീ എന്റെ കാൽ കഴുകണോ? സത്യസന്ധമായി വേണമല്ലോ നമ്മൾ പറയാൻ. അഹങ്കാരം കൊണ്ട് പറഞ്ഞതാണോ? അത് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴ്മ, ബഹുമാനം, ഇതൊക്കെ അതിനകത്ത് മുഴച്ചു നിൽക്കുന്നത്. കർത്താവേ, വേറെ ആരെങ്കിലും കഴിയാൻ കുഴപ്പമില്ല, നീ അത് ചെയ്യാൻ പാടില്ല. നീ എന്റെ കാല് കഴുകാൻ പാടില്ല, കാരണം ഞാൻ ചെറിയവനാണ്. പക്ഷേ നീ എന്നുള്ള വാക്ക് മാത്രമല്ല അവിടെ പ്രധാനം, ഞാൻ എന്ന വാക്കും പ്രധാനമാണ്. നീ എന്റെ, ഇവരുടെയൊക്കെ കഴുകുന്നതിന് കുഴപ്പമില്ല, എന്റെ കഴുകരുത്. എനിക്കൊരു വ്യത്യാസമുണ്ട് എന്ന് ഇവനെ തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുക. കർത്താവ് പറയുന്നു, കഴുകലിന്റെ മുമ്പിൽ നിനക്ക് വ്യത്യാസമില്ല. പ്രസംഗത്തിൽ നീ വ്യത്യസ്തനാണ്, കാരണം ഒരു പ്രസംഗത്തിന് 3000 പേരൊക്കെ സ്നാനപ്പെടും. പക്ഷെ ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ നീ വ്യത്യസ്തനല്ല. നീ വ്യത്യസ്തനല്ല. പൊസിഷന്റെ കാര്യത്തിൽ നിനക്ക് വ്യത്യാസമുണ്ട്, വലിപ്പത്തിന്റെ കാര്യത്തിൽ നിനക്ക് വ്യത്യാസമുണ്ട്, ധനസ്ഥതയുടെ കാര്യത്തിൽ നിനക്ക് വ്യത്യാസമുണ്ട്, ഡിഗ്രിയുടെ കാര്യത്തിൽ നിനക്ക് വ്യത്യാസമുണ്ട്, സ്ഥാനത്തിന്റെ കാര്യത്തിൽ നിനക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവപുത്രൻ നിന്നെ രാത്രി കഴുകാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ പൊസിഷൻ നിന്റെ കഴുകലിൽ നിന്ന് തടയുന്നെങ്കിൽ അത് നിന്റെ കഷ്ടകാലമാണ്. Praise the Lord. പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. നീ എന്നെ കഴുകുന്നതെന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ മറുപടി ഇതാണ്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പുതുതായിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വിശ്വാസി വരുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ കൺവെൻഷൻ കൂടാൻ അനേകർ വന്നിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെ, 83ാമത്തെ കൺവെൻഷൻ നടക്കുന്നെങ്കിലും ഈ ആഴ്ച വിശ്വാസി വന്ന ആൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് സിമ്പിളായിട്ട് പറയാം, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല. വിശദീകരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന, നമ്മുടെ മുമ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളുടെ അർത്ഥം അന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. ചിലപ്പോൾ ആ വർഷം മനസ്സിലാകുകയില്ല, ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞായിരിക്കും മനസ്സിലാക്കുക. 5 കൊല്ലം കഴിഞ്ഞ് മനസ്സിലായവല്ലോ ഇവിടെ ഇരിപ്പുണ്ടോ? 10 കൊല്ലം കഴിഞ്ഞ് മനസ്സിലായവല്ലോ ഇവിടെ ഇരിപ്പുണ്ടോ? 20 കൊല്ലം കഴിഞ്ഞ് മനസ്സിലായവർ ഇരിപ്പുണ്ടോ? ഇതുവരെ മനസ്സിലാകാത്ത എത്ര പേരുണ്ട്? കർത്താവേ, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? നീ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു? മനസ്സിലാകാത്ത എത്ര പേരുണ്ട്? കൈപ്പൊക്കണ്ട. അത് മനസ്സിലായില്ലെങ്കിൽ നിത്യത എന്നൊന്നുണ്ട് കേട്ടോ, നിത്യത എന്നൊന്നുണ്ട്. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാണ് അറിയും. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നത്തിൽ അറിയും. ക്രിസ്ത്യാനി, വിശ്വാസി, സുഹൃത്തെ, യേശുവിനെ സമീപിക്കുന്ന നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന മുഴുവന്റെ അർത്ഥം അന്ന് തന്നെ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഓപ്പറേഷൻ ആയിരിക്കും, ചിലപ്പോൾ അതൊരു ആക്സിഡന്റ് ആയിരിക്കും, ചിലപ്പോൾ അതൊരു ധനനഷ്ടമായിരിക്കും, ചിലപ്പോൾ അതൊരു മാനനഷ്ടമായിരിക്കും, ചിലപ്പോൾ അതൊരു സ്ഥാനനഷ്ടമായിരിക്കും, ചിലപ്പോൾ അതൊരു അവഗണനയായിരിക്കും, ചിലപ്പോൾ അതൊരു ഭീഷണിയായിരിക്കും. നീ യഥാർത്ഥ ദൈവവൈതലാണോ? കർത്താവുമായി ബന്ധത്തിലാണോ ജീവിക്കുന്നത്? അകത്തൊരു പ്രാഗൽഭ്യമുണ്ടോ? എങ്കിൽ എഴുതിയിട്ടു, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് പ്രവചനമായിട്ട് പറയുന്നു, 2005 നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യത്തിന്റെ അർത്ഥം നീ അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അത് ഭിന്നത്തേതിലറിയും, നീ അത് ഭിന്നത്തേതിലറിയും, നീ അത് ഭിന്നത്തേതിലറിയും. ഒരുപാട് പഴക്കല്ലാത്തൊരു ഉദാഹരണം പറയാം. എന്റെ സഭയിലെ ഒരു സഹോദരൻ, യുവ കുടുംബമാണ്. നമുക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അതിലെ മൂത്ത കുഞ്ഞിന് ഒരു രാത്രി മുഴുവൻ ചുമയങ്ങ് തുടങ്ങി, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. അല്പം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച സഹോദരൻ കിടന്നു. അദ്ദേഹം ഒരു ജോലിയുടെ കഷ്ടപ്പാടുള്ള സഹോദരനാണ്. ഒന്നും കിടക്കാൻ പറ്റുന്നില്ല. ഭാര്യ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നു. മൂത്ത കൊച്ചിന് ചുമ സഹിക്കാമല്ല, ചുമച്ച് കണ്ണ് മറിഞ്ഞു പോകും, മരിച്ചു പോകുന്ന നിലയായി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു.
വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, അതിനർത്ഥം നിനക്ക് ഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് മനസ്സിൽ നിന്നൊരു ചോദ്യം, ദൈവം കൈവിട്ടോ, കർത്താവ് ഉപേക്ഷിച്ചോ? ഈ പറയുന്നൊന്നും നേരല്ലേ? പലതും മനസ്സിൽ വന്നു. നേരം വെളുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. ഈ കൊച്ചിനെ കൊണ്ട് പോയപ്പോ ചെറിയ കൊച്ചിനെ ഇട്ടേച്ചു പോകാൻ ഒക്കുകയല്ലോ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്കൂട്ടറിൽ ആശുപത്രി ചെന്നു. ചുമയുടെ കാര്യം ഇങ്ങനെ എണ്ണി ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ ഈ മൂത്ത കൊച്ചിനെ നോക്കുന്നേ ഇല്ല, ചുമക്കുന്ന കൊച്ചിനെ നോക്കുന്നില്ല, കൂടെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത കൊച്ചിനെയാണ് നോക്കുന്നത്. അപ്പം ഭർത്താവ് വീണ്ടും പറഞ്ഞു, സാർ ഈ കൊച്ചിനെ അസുഖം. മനസ്സിലായി, നിങ്ങൾ ഉണ്ടായിരിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം കൂടെ ഇളയ കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, ചുമ സാരമില്ല, ഈ കുഞ്ഞിനെ വേഗത്തിൽ കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. എന്നാ പ്രശ്നം? നിങ്ങൾ കൊണ്ടുവല്ലോ, അപ്പൊ പറയുമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ആ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും വന്ന് നിൽക്കുക. സന്ധിവാതത്തിന്റെ ഒരു പ്രത്യേക വകുപ്പ് അതിനെ ബാധിച്ചിരിക്കുന്നു. ഇത് എല്ലാവർക്കും നോക്കിയാൽ അറിയാൻ മേല, കണ്ണിൽ അതിന്റെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ രാത്രി ചുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാറാതിരുന്നത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ പിടികിട്ടിയോ? ആ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കൃത്യസമയത്താ വന്നതെന്ന കണ്ണിന്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്. അടുത്ത വണ്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളൂ, ഇല്ലേ കുഞ്ഞിന്റെ കാഴ്ച പോകുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഈ രോഗം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എന്നേക്കുമായി ബ്ലൈൻഡായി പോകുമായിരുന്നു. നീ ഒരു രാത്രി മുഴുവൻ നിലത്ത് കിടന്ന് കരഞ്ഞിട്ടും ഈ കൊച്ചിന്റെ ചുമ മാറിയില്ല. ചുമ മാറിയിരുന്നെങ്കിൽ കണ്ണു പോകുമായിരുന്നു. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. പിന്നത്തെ അറിയും. 2006 കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വല്ല വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അവൻ ചെയ്തതിന്റെ അർത്ഥം നീ അടുത്ത വർഷം അറിയും. അവൻ ചെയ്തതിന്റെ അർത്ഥം നീ ചില നാളുകൾ കഴിയുമ്പോൾ അറിയും, ഇല്ലെങ്കിൽ അറിയും. പത്രോസ് പറഞ്ഞു, എന്നെ കഴുകണ്ട. യേശു പറഞ്ഞു, കഴുകിയേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പത്രോസിന്റെ തീരുമാനങ്ങൾ മാറുന്നത്. പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണ് എന്നെ മുഴുവൻ കഴുകണം. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ഒന്നെങ്കിൽ ആശാന്റെ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഒന്നെങ്കിൽ കഴുകാതിരിക്കുക, അത് മുഴുവൻ കഴുകുക. ഈ എല്ലാരെയും പോലെ ആകാൻ പറ്റില്ല, അതാ എന്റെ പ്രശ്നം. എല്ലാവർക്കും കാല് കഴുകി എനിക്ക് കാല് പോലെ മൊത്തം കഴുകണം, അല്ലെങ്കിൽ എന്നെ കഴുകാതിരിക്കണം. കർത്താവ് പറഞ്ഞു, എല്ലാരെയും പോലെ ആക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നു, നിന്റെ കാലേ ഇപ്പൊ കഴുകുന്നുള്ളൂ. അതെന്താ? നീ കുളിച്ചതല്ലേ? ഇതിന്റെ അർത്ഥം എന്താ പാസ്റ്റേ? നമുക്ക് ഇങ്ങനെ എടുക്കാം, യേശു ക്രിസ്തുവിന്റെ രക്തത്താ സമ്പൂർണമായ ഒരു കഴുകൽ ഒരിക്കൽ പ്രാപിച്ചവർ ഇനിയും ദിനംതോറും കഴുകൽ പ്രാപിക്കണം, ദിനംതോറും കഴുകൽ പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കണം, ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. നമുക്ക് പത്രോസിന്റെ മുഖത്തോട്ട് നോക്കാം. പത്രോസേ, നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിന്റെ മനസാക്ഷി എന്ത് പറയുന്നു? നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ടോ? ഇല്ല. നിന്റെ ഭാര്യ എന്ത് പറയുന്നു? നിനക്കൊരു കഴുകൽ വേണോ? അയ്യോ, പുള്ളിക്കാരത്തി ഒരിക്കലും അങ്ങനെ പറയുകയില്ല. നിന്റെ ചേട്ടന്മാർ എന്ത് പറയുന്നു? ഇല്ല, കാരണം അവർക്കെല്ലാം എന്നെ മതിപ്പാണ്. നിന്റെ അനിയന്മാരോ? അവർക്ക് എന്നെ വളരെ ബഹുമാനം. നിന്റെ ലോക്കൽ സഭക്കാരെന്ത് പറയുന്നു? നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നീ വളരെ മിടുക്കനാ. നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല, നിന്റെ ഫ്രണ്ട്സിന് തോന്നുന്നില്ല, നിന്റെ സ്തുതിപാഠകർക്ക് അഥവാ നിനക്ക് എല്ലാവർക്കും ചുറ്റും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്കും തോന്നുന്നില്ല. ഇല്ല, നിനക്കൊരു കഴുകൽ വേണമെന്ന് തോന്നുന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് യേശുവാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിനക്കൊരു കഴുകൽ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയധികം തോന്നുന്നില്ലെങ്കിലും വേണം. എനിക്കൊരു തെറ്റിനെ കുറിച്ചും ബോധമില്ലെങ്കിലും എനിക്കൊരു കഴുകൽ വേണമെന്ന് ആ കർത്താവ് പറയുന്നു. പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് കയ്യും കാലും കഴുകണം, ഇല്ലെങ്കിൽ മുടക്കുമെന്നല്ല, മരിക്കുമെന്ന്. പത്രോസേ, നിനക്കൊരു കഴുകൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ല,
നിന്റെ വീട്ടിലുള്ളവർക്ക് തോന്നുന്നില്ല, നിന്റെ ചർച്ചയുള്ളവർക്ക് തോന്നുന്നില്ല, ആർക്കും തോന്നുന്നില്ല. എന്നാൽ നിന്റെ സൃഷ്ടാവ്, നിന്റെ ഉടമസ്ഥൻ, നിന്റെ ആകവും പുറവും ഒരുമിച്ച് കാണുന്നവൻ, നിന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ, നിന്റെ പ്രഷർ ലെവൽ അറിയുന്നവൻ, കൊളസ്ട്രോൾ ലെവൽ അറിയുന്നവൻ, ചങ്കിടിപ്പ് കൃത്യമായി എണ്ണുന്ന ദൈവപുത്രൻ പറയുന്നു, നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി കുമ്പനാട് കൺവെൻഷന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, യേശു പറയുന്നു, നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ട്. നിനക്കൊരു കഴുകൽ ആവശ്യമുണ്ട്. അതിനേക്കാൾ കഠിനമായ പ്രയോഗം, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യേശുവുമായി പങ്കുവേണമെങ്കിൽ കഴുകൽ അനിവാര്യം. ഒരിക്കലെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ടില്ലാത്ത എത്ര പേര് ഈ യോഗത്തിലുണ്ട്? ഇത് വിശ്വാസികളുടെ ഒരു സമൂഹമാണെങ്കിലും എത്രയോ പേർക്ക് ഇവിടെ വരാം. അതെ, എന്റെ പ്രധാന ലക്ഷ്യം രക്ഷിക്കപ്പെടാത്ത ഒരാൾ ഈ യോഗത്തിലുണ്ടോ? ഉണ്ടോ? കൂട്ടുകാർ വിളിച്ചിട്ടോ, ഒച്ച കേട്ടിട്ടോ, പബ്ലിസിറ്റി കണ്ടിട്ടോ, ടെലിവിഷൻ കണ്ടിട്ടോ വന്ന ആരൊക്കെ ഉണ്ട് ഈ യോഗത്തിൽ? സുഹൃത്തെ, യേശു വന്നത് നിന്നെ കഴുകാനാ. നിന്നെ കഴുകാനാ. എവിടെ? ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ. ലോകത്തിലെ മുഴുവൻ പുണ്യനദിയിൽ മുങ്ങിയാലും നിന്റെ ശരീരത്തിലെ ചെളിയെ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ആത്മാവിന് കഴുകൽ കിട്ടും. അനേക മൈലുകൾ നടന്ന് മലകേറിയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും നദിയിൽ മുങ്ങിയും മനുഷ്യൻ കഴുകൽ നേടുമ്പോൾ ഇവിടെ ഇതാ ഒരു ഉറവ തുറന്നിരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലപാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കലെങ്കിലും യേശുവിന്റെ അടുക്കൽ വന്ന് വിശ്വാസത്താലുള്ള കഴുകൽ, പാപമോചനം പ്രാപിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പോകരുത്, തീരുമാനമെടുക്കണം. രണ്ടാമത്തെ കാര്യം, ആ തീരുമാനമെടുത്ത ശേഷം പിന്നീട് കഴുകൽ പ്രാപിക്കാതിരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നൊരു കഴുകൽ എനിക്ക് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി എത്ര പേരുണ്ട്? കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഭൂമിയിൽ വന്നത് ഞങ്ങളെ കഴുകാനാണ്. ആകയാൽ അവിടുത്തെ കഴുകലിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ലഭിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കഴുകുവാൻ ഏൽപ്പിച്ചു തരുന്നു. ഈ രാത്രിയിൽ ദൈവവചനത്തിന്റെ ബാലപാഠങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരാളെങ്കിലും ഈ യോഗത്തിലുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. യേശുവിൻ